ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്ന ഒരു സീറ്റ് ഒരു ഗൾഫിൽ നിന്നുള്ള ഒരു അച്ചായൻ പുള്ളിക്കാരൻ നാട്ടിൽ വന്നിട്ട് പുള്ളിക്കാരൻ്റെ ആത്മീയ സ്വഭാവങ്ങളുടെ ഒരു സഹോദരൻ അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടു മനസ്സിലാക്കി. ഹലോ പത്തായി ഭാര്യ കിടന്നു പോകാം. ഞാൻ രാവിലെ ചെറ്റാക്കി യാത്രയൊക്കെ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് നീ വന്നിട്ട് എനിക്ക് പെട്ടി ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ആരോ പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പം വരാം. ഞാൻ രാവിലെ ചെറ്റാക്കി വന്നോളൂ. സന്തോഷമായിരുന്നു. പിന്നെ വേറെ വിശേഷം? ഞാൻ പോയില്ലേ? 20 വർഷമായി. ഞാനവിടെ ഒരു റിഫൈനറിയിലാണ്. പിന്നെ പോയിട്ട് അവിടെ പേരാണ് അതേക്കും. ഞാനിപ്പോ ഇവിടെ ആണല്ലോ. പോയിട്ടിലൊക്കെ ഭയങ്കര അടിപൊളി കേറ്ററിംഗ് അല്ലേ? ഒക്കെ പൈപ്പിൽ കൂടെ നമുക്ക് അങ്ങനെ ചോദിച്ചാൽ മോൻ SSLC ആണോ 10ാം ക്ലാസ് ആണോ? 10 ഞാൻ പിന്നെ 8 കഴിഞ്ഞപ്പോഴേ അങ്ങ് പോയി. സുഖമായിട്ടിരിക്കുന്നു. പപ്പയൊക്കെ എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ഒരു അനിയനില്ലായിരുന്നു എന്താ ഷിജു? അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ ആണല്ലേ. പിന്നെ പെങ്ങള് അവള് BSc നഴ്സിംഗ് കഴിഞ്ഞു. അങ്ങനെ ഒന്നും പിന്നെ ഇതുവരെ അറിയത്തില്ലേ? നമ്മള് മറ്റേ ചന്ദ്രന്റെ മോളെ മത്താടെ മോളെ ഞാനല്ലേ കൊണ്ട കയറ്റിയത്? ഇതുമല്ല എന്നോട് പറയാൻ അവൾക്ക് അങ്ങോട്ട് വരാൻ പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്റെ റിപ്പയറിൽ തന്നെ നമ്മള് 2 പിള്ളേരെ കഴിഞ്ഞ വർഷം കയറ്റിയത്. അപ്പൊ പേടിക്കുന്നല്ലോ. അച്ഛന് അവളുടെ CV തന്നെ. CV അതെന്ത് പറയും? പേരും സംഭവം ഞങ്ങളുടെ അവിടെയൊക്കെ ടാറ്റ പോയെന്ന് പറയും. ഓരോ പേര്. പിന്നെ ഭയങ്കര ആത്മീയല്ല മോനെ. ഇവിടുത്തെ ആത്മീയം ഒന്നും അവിടുത്തെ ആത്മീയം പറ്റി ഒന്നും അല്ല. അറിയാം. പിന്നെ ഭയങ്കര ഹോട്ടൽ മീറ്റിംഗ്. ഇവിടെയൊക്കെ ആരെങ്കിലും ഒരു ഹോട്ടൽ മീറ്റിംഗ് തുടങ്ങണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒത്തിരി ഒക്കെ വിഷമാവും അല്ലേ? പക്ഷെ ഞങ്ങൾ അവിടെ ഇല്ലേ. പാസ്റ്റർ പറയുന്നതിന് മുമ്പ് തന്നെ പറയും, പാസ്റ്റർ ഞാൻ എന്റെ വീട്ടിൽ ഹോട്ടൽ മീറ്റിംഗ് കണ്ടാൽ ഫാസ്റ്റിംഗ് പറയാന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് പോലെ ഇവിടെയെങ്കിലും ആരെങ്കിലും രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ദിവസമെങ്കിലും ഫാസ്റ്റ് ചെയ്യും. കുറവാണ്. ഞങ്ങളുടെ അവിടെ ഒരാഴ്ച മൊത്തം ഫാസ്റ്റ് ചെയ്യും. അറിയോ? ഇല്ല ഞാനൊക്കെ എന്തോ ഫാസ്റ്റിംഗ് ആണറിയോ? കമ്മിറ്റിയൊക്കെ ഞാൻ തന്നെ അവനാണ്. പിന്നെ നമ്മള് അങ്ങനെ കാര്യങ്ങളൊന്നും വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ നമ്മുടെ ഈ നർമ്മദ മറ്റേ ചാണപ്പിള്ളോ അതാ മറ്റേ കശ്മീർ അങ്ങനെയൊന്നും ആരൊന്നും ഇല്ലേ? ഇല്ല. ഞാൻ പോയിട്ട് ചർച്ചിൽ പോയിട്ട് 2 മാസമായി. ഞാൻ ചുമ്മാ എന്നെ തിന്നേ ഉള്ളൂ. പാസ്റ്റർ ഓറ്റി തോമസ് ബാംഗ്ലൂരിലാണല്ലോ. മറ്റേ ഷൈനിന്റെ ചർച്ചിലാണല്ലോ. ബാംഗ്ലൂരിലാണോ? ഞാൻ ശരിക്കും ചർച്ചിൽ പോയിട്ട് 1 വർഷമായി. നമ്മളിപ്പോ ഗൾഫിൽ പോകുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? ഭയങ്കര പ്രാരാബ്ദമൊക്കെ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് അത്ര ഇതൊന്നും കാണുന്നില്ല. ശരിയാ ചേർന്ന ഞാൻ എനിക്ക് വൈകിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ കണ്ടത് സന്തോഷം. ശരി ശരി. ഹലോ മിസ്റ്റർ ചാക്കോ. അതെ, ഞങ്ങൾ കുവൈറ്റ് ഇക്കോ കമ്പനിന്ന് വിളിക്കുന്നത്. പറയൂ. നിങ്ങൾ വിസ ക്യാൻസൽ ചെയ്തു കേട്ടോ. നിങ്ങൾ തിരിച്ചു വരണമെന്നില്ല. ഹെൽപ്പർ ജോലിക്കാ പോയത്.
എന്തുവാണോ എന്തോ പ്രിയരെ, മനുഷ്യർ പുറമേ ഉള്ളത് കാണുന്നു. നാം എന്താണെന്നോ നമ്മൾ എന്തെല്ലാം ഉള്ളവരാണെന്നോ നമ്മുടെ ദൈവത്തിന് അറിയാം. സർവശക്തനായ ദൈവത്തിന് മുന്നിൽ എല്ലാം നഗ്നവും മലർന്നതുമാണ്. ഓർക്കുക, അവിടുത്തെ സന്നിധിയിൽ നാം വിശ്വസ്തരാകുമെങ്കിൽ അനുഗ്രഹിക്കപ്പെടും. അല്ല എങ്കിൽ ഇപ്പോൾ ക്രിസ്തുവിലേക്ക് വന്നാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഹായിക്കും.